നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ 92ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് AF അസോസിയേഷൻ മലപ്പുറം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 6, 2024 ഞായറാഴ്ച മലപ്പുറം MSP ഓഡിറ്റോറിയത്തിൽ വെച്ച് ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് സാർജന്റ് വാസുദേവൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സാർജന്റ് KA റഹ്മാൻ സ്വാഗതവും ഗ്രൂപ്പ് ക്യാപ്റ്റൻ U പ്രദീപ് ഉദ്ഘാടനവും നിർവഹിച്ചു. ട്രഷറർ സാർജന്റ് ബാലസുന്ദരൻ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സ്ക്വാഡ്രൺ ലീഡർ T ബാലകൃഷ്ണൻ, JWO ടോമി സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇന്റർനാഷണൽ ലീഡർഷിപ്പ് മാസ്റ്റർ കോച്ച് ശ്രീ ഫാറൂഖ് സെൻസായി ലീഡർഷിപ്പ് ക്ലാസ് എടുത്തു. HFO മനോഹരൻ നന്ദിയും പറഞ്ഞു. ഓരോ ജില്ലകളിലും 14 ചാപ്റ്ററുകളായിട്ടാണ് ഡിവൈഡ്. ഈ ചാപ്റ്ററിന്റെ ഹെഡുകളെ സാധാരണ വൈസ് പ്രസിഡന്റ് എന്നാണ് വിളിക്കാറ്, പ്രസിഡന്റ് അല്ല. ഈ 14 ചാപ്റ്ററുകളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒരു ബ്രാഞ്ച് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ സാധാരണ ഓഫീസേഴ്സ് അവരെ പ്രസിഡന്റ് എന്നാണ് വിളിക്കുക. നമ്മൾ കളക്ട് ചെയ്ത പൈസ കൊണ്ട് നമ്മൾ എല്ലാ വർഷവും വളരെ വാങ്ങി വളരെ വൃത്തിയായി ഒരു കുടുംബം സംഗമം. ഈ കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിൽ സംഗമിക്കുക, എന്നിട്ട് അവരുടെ വെൽഫെയർ അന്വേഷിക്കുക, ഈ വെൽഫെയർ എല്ലാവരെയും അറിയിക്കുക, അവർക്ക് വേണ്ടത് ലഭിച്ചുകൊണ്ടിരിക്കുക. ഇതാണ്. വേറെ ഈ അസോസിയേഷൻ ഇപ്പോഴുള്ള അസോസിയേഷനിൽ ഒരു വെൽഫെയർ പോലും ഇല്ല. സന്തോഷകരമായി മനസ്സ് തുറന്ന് ചിരിക്കാൻ, എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയാണ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. നമ്മൾക്കൊന്നും ഇപ്പോൾ നമ്മളുടെ ഏകദേശം ലെവലിലുള്ള ആൾക്കാരുമായി പുറത്ത് പോയിട്ട് പുറത്തുള്ള സമൂഹവുമായി ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം കുട്ടികളാണ്, മകളവരാണ്. നിങ്ങളുടെ ആ സമപ്രായക്കാരല്ലാത്തതുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനോ സന്തോഷിക്കുന്നതിനോ ചിരിക്കുന്നതിനോ ചെറിയ ഒരു ബ്രേക്കുണ്ട്. അപ്പം അതുകൂടാതെ തുറന്ന് സംസാരിക്കും, തുറന്ന് ചിരിക്കാൻ. ഹ്യൂമൻ ഈഗോ അത് വലിയൊരു പ്രശ്നമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ ഈഗോ എന്ന് പറഞ്ഞാൽ വികൃതമുണ്ട്. ഒരു കാര്യം നമ്മൾ ഒരു കാര്യം അറിയേണ്ടത്, നമുക്കൊരു സ്ഥാനം കിട്ടിയാൽ അത് എന്തിനെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ഈഗോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഗെറ്റ് ടുഗദർ മറ്റതോ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ഇത് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ. എനിക്ക് തോന്നിയത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളൊരു ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒപ്പീനിയൻ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ആ ഇതിനെ കൊടുത്തോളൂ. പ്രവർത്തന റിപ്പോർട്ടാണ്. വേദിയിലുള്ള ആദരണീയ വ്യക്തിത്വങ്ങളെ, സദസ്സിലെ പ്രിയ സുഹൃത്തുക്കളെ, വീരനാരികളെ, ഞാൻ വെറ്ററൻ സർജൻ ബാലസുന്ദരൻ, ട്രഷറർ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ട്. 2018 മെയ് 9 സ്ക്വാഡ്രൺ ലീഡർ T ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റായും സാർജൻ KA റഹ്മാൻ സെക്രട്ടറിയായും സാർജൻ BM ചാക്കോ ട്രഷററായുമുള്ള കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറത്തിലെ ഈ വാർഷിക പൊതുയോഗത്തിലേക്കും കുടുംബ സംഘത്തിലേക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി എനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷത്തെ അറിയിക്കുകയാണ്. കേൾക്കാനുള്ള പ്രയാസമുണ്ട്. ഇവിടെ പറഞ്ഞ അധിക കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നമ്മൾ എന്തിനാണ് എയർഫോഴ്സ് അസോസിയേഷൻ നമുക്ക് എന്തിനാണ് എന്നത് ചോദിച്ചാൽ വളരെ മുമ്പേ മുതൽ നമ്മൾ ചോദിച്ചു തുടങ്ങിയതാണ്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കേൾക്കാനുള്ള ഒരു സന്ദർഭമാണ്, തീർച്ചയായിട്ടും കാണാനുള്ള സന്ദർഭമാണ്. നമ്മുടെ ഡാറ്റ ശരിയാണെന്നുള്ളത് പരിശോധിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പേഴ്സണൽ പർട്ടിക്കുലേഴ്സ്, നമ്മുടെ ഭാര്യയുടെ മക്കളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു SOP നേരത്തെ നിലവിലുണ്ടായിരുന്നു. അത് 17/8/71 ഇറക്കിയ SOP ഉണ്ട്. അപ്പോൾ ആ SOP ഇപ്പോൾ സൂപ്പർസീഡ് ചെയ്തു. ഇപ്പോൾ പുതിയ SOP വന്നിട്ടുണ്ട്. അത് 1/5/24 പുതിയ SOP
മുൻപ് നമ്മുടെ ഭാര്യയുടെ പേര് അല്ലെങ്കിൽ മക്കളുടെ പേര് മാറ്റുന്നതിന് മജിസ്ട്രേറ്റിൻ്റെ അഫിഡവിറ്റ് വേണ്ടിയിരുന്നത് ഇപ്പോൾ അത് മാറ്റി നോട്ടറിയുടെ അഫിഡവിറ്റ് ആക്കി. അങ്ങനെ ആ ഒരു പ്രശ്നം കുറേ ലഘൂകരിച്ചിട്ടുണ്ട്. ആ പൈലറ്റ് ആവുന്ന ആഗ്രഹം എന്താ വെച്ചാൽ ഫ്ലൈ ചെയ്യാനുള്ള ആഗ്രഹമൊന്നുമല്ല. ഒരു പ്രാവശ്യം ഗോരഖ്പൂർ ക്യാമ്പില് എയർഫോഴ്സ് ക്യാമ്പിൽ അന്ന് ഞങ്ങൾക്ക് ഇന്ത്യൻ എയർലൈൻസ് ആദ്യമായിട്ട് ലാൻഡ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ കൊണ്ട് എൻ്റെ ഡാഡിനെ കൊണ്ട് കാണിക്കാൻ വേണ്ടി ഹൗസ് ലുക്കിലാക്കാം. അന്നാണ് ഫസ്റ്റ് ഒരു കമേഴ്ഷ്യൽ എയർലൈൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകുന്നതൊക്കെ. അപ്പം പുറത്ത് വന്ന് നിന്നപ്പോൾ ആ പൈലറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആ പൈലറ്റ് എന്തോ തിന്നുന്നത് കണ്ടു. അത് തിന്നുന്ന ഒരു വൈറ്റ് സ്റ്റഫാണ്. അത് ഞാൻ ഇവിടെ താഴത്തിൽ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം നാളെ ഒരു പൈലറ്റാക്കി അത് തിന്നാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ 6th grade പഠിക്കുന്നുണ്ട്. അന്ന് മുതൽ ഒരു ആഗ്രഹമാണ് ഇത് പൈലറ്റ് ആവുന്നത്. ഒരു ഈഗർ എപ്പോഴും ചെയ്യുന്നത് ഇറ്റ് ലുക്സ് ആൻഡ് എക്സലൻസ് ഇൻ നോസ് എക്സാക്ട്ലി where to hit. How many of you agree with that? Raise your hands. How many of you agree with that? എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? The eagle exactly എത്ര താഴെ മീൻ കെട്ടുണ്ടെങ്കിൽ പോലും you know exactly how to take the prey from there, and it's exactly what you and I we both have to do in our life. The second letter is A. A which you have to be adaptable. നിങ്ങൾ ഒരു ക്യാമ്പിൽ നിന്ന് മറ്റേ ക്യാമ്പ്, ഒരു വില്ലറ്റിൽ നിന്ന് മറ്റേ വില്ലറ്റ്, ഒരു കോട്ടേഴ്സിൽ നിന്ന് മറ്റേ കോട്ടേഴ്സ്, ഒരു സ്കൂളിൽ നിന്ന് കേന്ദ്രീകരിക്കാൻ ഒരു സ്കൂളിൽ നിന്ന് മറ്റേ സ്കൂളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ മാറ്റുമ്പോൾ you know how to adapt yourself. And you have to apply the same thing here. But you have to ask one question. Did you teach that to your student, to your kids? നിങ്ങളുടെ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തില്ല. You are a leader, but the thing is that you have to make sure that you teach your kids to become leaders of tomorrow. How many of you agree that? Just raise your hands. നിങ്ങളുടെ ലീഡറായി മാത്രം പോരാ. You have to teach your kids how to become a leader. That's exactly what I learned from my dad, and that's exactly what the Air Force camp taught me. എൻ്റെയും നമ്മുടെ എയർഫോഴ്സ് അസോസിയേഷൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. രാഷ്ട്രീയ കോമരങ്ങളാണ് വീരതരമാണെന്ന അഭിമന്യുവിനെ കുറിച്ച് അന്നത്തെ ന്യൂസ് വന്ന ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് വരികൾ ഞാൻ എഴുതിയതാണ്. പൊന്നോമനയായ അഭിമന്യുവെന്നൊരു വീരപുത്രൻ വട്ടമടയിലെ പൊന്നോമനയായ അഭിമന്യുവെന്നൊരു വീരപുത്രൻ കലാലയത്തിലെ രാഷ്ട്രീയ കോമരം മഹാരാജാസിൻ പുത്രനെ കുത്തിവീഴ്ത്തി. കലാലയത്തിന്റെ രാഷ്ട്രീയ കോമരം മഹാരാജാസിൻ പുത്രനെ കുത്തിവീഴ്ത്തി. മൊയ്തീൻകുട്ടി SJW. ഞാൻ 1986 ഇന്ത്യൻ എയർഫോഴ്സ് ജോയിൻ ചെയ്തത്.
സാൻ മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.